മറക്കരുത്. ക്രിസ്തു ആര്? ക്രിസ്തു ആരാണ്? ലോകം മുഴുവൻ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, യേശു ആരാണ്? ഇവിടുത്തെ സാഹിത്യകാരന്മാർ, ഇവിടുത്തെ കവിവര്യന്മാർ, ഇവിടുത്തെ പണ്ഡിതവര്യന്മാർ, ഇവിടുത്തെ മത രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, യേശു ആരാണ്? ക്രിസ്തുദേവന്റെ ചരിത്രവിഹായസിലെ ഉദയത്തോടെ അവൻ എന്നീ പ്രപഞ്ചത്തിൽ അവതരിച്ചോ അന്നു മുതൽ ഇന്ന് വരെയും അകലകോടി ജനങ്ങൾ ഒരുപോലെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ക്രിസ്തു ആരാണ്? ഒരിക്കൽ നാടുവാഴിയും ഗവർണറുമായ പീലാത്തോസും ചോദിച്ചൊരു ചോദ്യമാണ്, ക്രിസ്തു ആരാണ്? അപ്പൊ ഇന്ന് രാത്രിയിൽ നമ്മുടെ വിഷയം യേശു ക്രിസ്തു ആരാണ് എന്നുള്ളതാണ്. ഒരിക്കൽ കൂടെ ഞാൻ ആ ചോദ്യം ആവർത്തിക്കുകയാണ്, ആരാണ് ക്രിസ്തു? ഇന്ന് രാത്രി നാം ഇവിടെ ഉയർത്തുന്ന ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. ക്രിസ്തു ഒരിക്കലും ഒരു രാഷ്ട്രസ്ഥാപകനല്ല. ക്രിസ്തു ഒരിക്കലും ഒരു തത്വചിന്തകനല്ല. ക്രിസ്തു ഒരിക്കലും ഒരു തീർത്ഥാടകനല്ല. ക്രിസ്തു ഒരിക്കലും ഒരു സത്യാന്വേഷകനല്ല. ക്രിസ്തു ഒരിക്കലും ഒരു സാഹിത്യകാരനല്ല. പിന്നെ ക്രിസ്തു ആരാണ്? ലോകരക്ഷകനായി അവതരിച്ച ക്രിസ്തുവിനെ കേവലം മതസ്ഥാപകരായി ചിത്രീകരിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നാം പാർക്കുന്ന ലോകത്തിലുണ്ട്. ഒരിക്കലും ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. ക്രിസ്തു മതം എന്നൊരു മതമില്ല. അനന്തത വെടിഞ്ഞ് ഈ താണഭൂമിയിൽ ആഗമിച്ച ക്രിസ്തുദേവൻ 33.5 വർഷം ഈ ഉലകത്തിൽ പാർത്തു. സത്യം, 3.5 വർഷം പാലസ്തീന്റെ വിവിധ ഭാഗങ്ങളിൽ മാറി മാറി ക്രിസ്തു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു. അവന്റെ ശുശ്രൂഷയിൽ നിരവധി രോഗികൾ സൗഖ്യമായി, നിരവധി ഭൂതബാധിതർ വിമോചിതരായി, നിരവധി മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ സമൂഹത്തിന്റെ നാനാതുറയിൽ അതപ്പതിച്ച് കിടന്ന ജനവിഭാഗത്തെ പണിത് പരുവപ്പെടുത്തി ക്രിസ്തു തന്റെ ശിഷ്യന്മാരാക്കി മാനവികയുടെ ബാന്ധാവിലെത്തിച്ചു. 33.5 വർഷം ഉലകത്തിൽ പാർത്ത് 3.5 വർഷം പാലസ്തീന്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്ത ക്രിസ്തു ഒരിക്കലും മറക്കാൻ മായ്ക്കാൻ കഴിയാത്ത നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. പക്ഷേ 33.5 വർഷം അനന്തത വെടിഞ്ഞ പണിയിൽ ആഗമിച്ച ക്രിസ്തു ഒരിക്കലും ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യ സുഹൃത്തുക്കളെ, ആരാണ് ക്രിസ്തു? ക്രിസ്തു ഒരിക്കലും മതസ്ഥാപകനല്ല. ഇവിടെ ധാരാളം മതങ്ങൾ ആവിർഭവിച്ചിട്ടുണ്ട്. ഇന്നലകളിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്തിൽ ആവിർഭവിച്ച മതങ്ങളുടെ അടിവേര് മാന്തിയോടാമെങ്കിൽ ഇവിടെ ആവിർഭവിച്ച ഓരോ മതങ്ങൾക്കും ഓരോ സംവിധായകരുണ്ട്, ഓരോ സ്ഥാപകരുണ്ട്. 1-2 മതങ്ങളുടെ പേര് ഞാൻ എടുത്തു പറയാം. ഇവിടെ ബാബേറിയൻ മതമുണ്ട്, ഇവിടെ അഖൻ മതമുണ്ട്, തൊട്ടുപുറകെ സുളു മതമുണ്ട്, ബാബിലോണിയൻ മതമുണ്ട്, കൺഫ്യൂഷൻ മതമുണ്ട്, താവോ മതമുണ്ട്, ഷിൻഡോ മതമുണ്ട്, റോമൻ മതമുണ്ട്, ഹിന്ദു മതമുണ്ട്, ആദിപരാശക്തിയുണ്ട്, വൈഷ്ണവ മതമുണ്ട്, അപ്പോൾ തന്നെ ശൈവ മതമുണ്ട്, ശാക്ത മതമുണ്ട്, നവീന ഹിന്ദു മതങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്, ബ്രാഹ്മണങ്ങളുണ്ട്, ആരണ്യകങ്ങളുണ്ട്, ഉപനിഷത്തുക്കളുണ്ട്, ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്, സ്വരാഷ്ട്രീയ മതമുണ്ട്, സിഖ് മതമുണ്ട്, യഹൂദ മതമുണ്ട്, ഇസ്ലാം മതമുണ്ട്. 1, 2, 3, 4, 5, 6 എന്ന ക്രമത്തിൽ അക്കം പറഞ്ഞ് എണ്ണി നിരത്തിയ സകല മതങ്ങളുടെയും തായ്വേര് മാന്തിയോടാമെങ്കിൽ ഇവിടെ ഉത്ഭവിച്ച ഓരോ മതങ്ങൾക്കും ഓരോ സംവിധായകരുണ്ട്, ഓരോ സ്ഥാപകരുണ്ട്. നാം പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവനൊരു മതസ്ഥാപകനല്ല. ക്രിസ്തു മതം എന്നൊരു മതമില്ല. പിന്നെ ഒരുപിടി ക്രൈസ്തവർ യേശു ക്രിസ്തുവിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കർമ്മജടിലമായ, വ്യർത്ഥജടിലമായ, പാരമ്പര്യജടിലമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ പ്രത്യാശയ്ക്കും നമ്മുടെ പ്രസംഗത്തിനും ആധാരമായ വേദപുസ്തകം അപഗ്രഥിച്ചു പഠിച്ചാൽ ക്രിസ്തുവുമായി അത് യാതൊരുവിധ ബന്ധവുമില്ല. തെളിവുകൾ നിരവധി നിരത്താൻ എനിക്കുണ്ടെങ്കിലും നിർവാഹമില്ല, വിട്ടുകളഞ്ഞ് വെട്ടിച്ചുരുക്കുക. അപ്പോൾ ക്രിസ്തു ഒരിക്കലും മതസ്ഥാപകനല്ല. ക്രിസ്തു ഒരിക്കലും രാഷ്ട്രസ്ഥാപകനല്ല. ക്രിസ്തു ഒരിക്കലും തത്വചിന്തകനല്ല. അവിടുന്ന് ഒരിക്കലും ഗ്രന്ഥകാരനല്ല. അവിടുന്ന് ഒരിക്കലും തീർത്ഥാടകനല്ല. അവിടുന്ന് ഒരിക്കലും സത്യാന്വേഷകനല്ല. പിന്നെ ആരാണ് ക്രിസ്തു? ആരാണ് ക്രിസ്തു? ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് സമൂഹത്തിൽ വ്യത്യസ്ത നിലകളിൽപ്പെട്ട ആളുകൾ പറഞ്ഞിരിക്കുന്ന മറുപടികൾ വ്യത്യസ്തമാണ്. ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് ക്രിസ്തു വിദ്വേഷികളായ ആളുകൾ പറഞ്ഞിട്ടുള്ള മറുപടിയുണ്ട്, ക്രിസ്തു സ്നേഹിതരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള മറുപടിയുണ്ട്. ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണം. ആരാണ് ക്രിസ്തു എന്ന ചോദ്യത്തിന് ക്രിസ്തു വിദ്വേഷികളായിട്ടുള്ള, ക്രിസ്തു സ്നേഹിതരായിട്ടുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന 1-2 മറുപടികൾ ഞാൻ പറയാം. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചിന്തിക്കുന്ന ആളുകൾ,
വിവരമുള്ള ആളുകൾ ആ ചോദ്യത്തിന് പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് മറുപടി ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EMS നമ്പൂതിരിപ്പാട് അവറുകൾ ഒരിക്കൽ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ചരിത്രത്തിന്റെ തങ്കത്താളിൽ തങ്കവിളക്ക് പോലെ കത്തി നിൽപ്പുണ്ട്. ഞാൻ ആ വാക്കൊന്നൊരുവിടാം. എന്താണ് EMS സഖാവ് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് കേട്ടേ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിനെ പറ്റി എഴുതിയിരിക്കുന്ന കഥകൾ സത്യമോ മിഥ്യയോ എന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല. ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകൾ അനുഗമിക്കുന്ന സമുന്നതനും അനുഗ്രഹീതനുമായ ഒരു നേതാവുണ്ടെങ്കിൽ അത് സാക്ഷാൽ യേശു ക്രിസ്തു മാത്രമാ. കണ്ടലക്കാരും മിണ്ടുന്നില്ല. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ആവേശം അണപൊട്ടുക എൻ്റെ അകത്ത്. കാരണം ഇതൊരു കവലയാണോ എന്ന് എനിക്കങ്ങ് തോന്നിപ്പോവുക. ആമേൻ. നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് ചിലപ്പം ശവക്കോട്ടയാണോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന് ക്രിസ്തു സ്നേഹിതരിൽ ഒരാൾ പറഞ്ഞ മറുപടിയാണ്, EMS പറഞ്ഞ മറുപടിയാണ് നാം കേട്ടത്. ഇനിയും രാജാറാം മോഹൻ റോയ് എന്താണ് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് കേട്ടു. ആവേശമുളവാക്കുന്ന പദങ്ങൾ. ആരാണ് ക്രിസ്തു? മോഹൻ റോയിയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ക്രിസ്തു ആരാണ്? അവൻ വെളിച്ചം പോലെ വിശുദ്ധനാണ്. ക്രിസ്തു ആരാണ്? കുറുമ്പ്രാവ് പോലെ നിഷ്കളങ്കനാണ്. ക്രിസ്തു ആരാണ്? കുഞ്ഞാട് പോലെ നിർദോഷിയാണ്. ക്രിസ്തു ആരാണ്? ആത്മീയരുടെ വിശപ്പ് മാറ്റാൻ പര്യാപ്തമായ ജീവന്റെ അപ്പമാണ് ക്രിസ്തു. ആത്മീയരുടെ ദാഹം മാറ്റാൻ പര്യാപ്തമായ ജീവജലത്തിന്റെ പതഞ്ഞൊടുകുന്ന പളുങ്കിൻ നദിയാണ് ക്രിസ്തു. യഹൂദനും പുറംജാതിക്കും വിശ്വസിച്ചുകൊണ്ട് പിൻപറ്റാൻ കൊള്ളാകുന്ന അനുഗ്രഹീതനായ ഒരു നേതാവുണ്ടെങ്കിൽ അത് സാക്ഷാൽ ക്രിസ്തു മാത്രമാണ്. എന്റെ വാക്കല്ല, മോഹൻ റോയിയുടെ വാക്കാണ്. ഇനി ക്രിസ്തുവിനെ പറ്റി സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്ത്യാനിയല്ലാത്ത ഒരു ഹിന്ദുവായ സന്യാസി വര്യനാകുന്ന സ്വാമി വിവേകാനന്ദൻ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന വാക്ക് കേൾക്ക്. ആരാണ് ക്രിസ്തു? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനായി അവതരിച്ച ഒരുവനെ ദൈവമായി ഭരിച്ചാരാധിക്കണമെങ്കിൽ പ്രപഞ്ച ചരിത്രത്തിൽ ക്രിസ്തുവോളം യോഗ്യൻ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. എത്ര മനോഹരമായ വാക്ക്! ഇവിടുത്തെ പല മനുഷ്യരും ദൈവങ്ങളാകാൻ ശ്രമിക്കുമ്പോൾ, മധ്യസ്ഥന്മാരാകാൻ ശ്രമിക്കുമ്പോൾ, സാക്ഷാൽ ദൈവം മനുഷ്യനായി തീർന്ന ഒരുവനുണ്ടെങ്കിൽ അതിന്ന് രാത്രി കണ്ടലക്കാരെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും എഴുതിയത്, ക്രിസ്തുദേവന്റെ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ ഹൃദയം പിഴിഞ്ഞൊടുകിയ ചോര കൊണ്ട് ഞാൻ ആ മഹാന്റെ പാദം കഴുകുമായിരുന്നു. അവൻ എത്ര മഹാനാണ്! കേശവ ചന്ദ്രസൻ എന്ന അനുഗ്രഹീതനായ ഒരു എഴുത്തുകാരൻ ക്രിസ്തുവിനെ പറ്റി എഴുതിയിരിക്കുന്നത്, സകല മനുഷ്യർക്കും വിശ്വസിച്ചുകൊണ്ട് പിൻപറ്റാൻ കൊള്ളാകുന്ന അനുഗ്രഹീതനും ധന്യനുമായ ഒരു ഗുരുശ്രേഷ്ഠൻ ഉണ്ടെങ്കിൽ പ്രപഞ്ച ചരിത്രത്തിൽ സാക്ഷാൽ അത് ക്രിസ്തു മാത്രമാണ്. അപ്പൊ ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന് ക്രിസ്തു സ്നേഹിതരായിട്ടുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന മറുപടികളാണ് 1, 2, 3, 4 എന്ന ക്രമത്തിൽ ഞാൻ ചുവടെ ചേർത്തത്. ഇനിയുണ്ട് പറയാൻ മറുപടി. നേരം പോരാ, നിങ്ങളുടെ ഇരിപ്പും പോരാ. ഇനിയും ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന് ക്രിസ്തു വിദ്വേഷികളായ ആളുകൾ പറഞ്ഞിരിക്കുന്ന 1, 2 മറുപടി കേട്ടോണേ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിവരമില്ലാത്ത, ചിന്തിക്കാത്ത ചില ആളുകൾ ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന് പറഞ്ഞിരിക്കുന്ന മറുപടി കേട്ടോണേ. ഏതോ ഒരു സമുന്നതമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കരുത്തരായ 5 നേതാക്കളിൽ ഒരാള്, എന്റെ പേര് ഞാൻ മറന്നുപോയി, ഇവിടെ വരെ മനസ്സിലുണ്ടായിരുന്നു, മറന്നുപോയി, അപ്പോട്ടെ. ക്രിസ്തു അറിവ് എന്ന തന്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹം ക്രിസ്തുവിനെ പറ്റി എഴുതിയിരിക്കുന്ന 1, 2 വാക്ക് കേട്ടോണേ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിന്റെ ശരിക്കുള്ള പേര് കേശവ കൃഷ്ണ എന്ന. ഈ തമിഴ്നാട്ടിലെ ബ്രാഹ്മണ കുടുംബത്തിലാണ് പോലും ക്രിസ്തു ജനിച്ചു വളർത്തപ്പെട്ടത്. ക്രിസ്തുവിന്റെ മാതൃഭാഷ തമിഴ്. എണ്ണ കറുപ്പ് നിറമാണ് ക്രിസ്തുവിൻ്റെത്. ക്രിസ്തുവിന്റെ വല്യപ്പന്റെ പേര് കേശവ്. ജോസഫ് എന്നുള്ളത് അയാൾ കേശവെന്നാക്കിയതായിരിക്കാം. സഹോദരങ്ങളെ, അദ്ദേഹത്തിന് അറിയാവുന്ന ക്രിസ്തു അതായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു തമിഴ്നാടുകാരനായ കേശവകൃഷ്ണയല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു അഖില ലോകത്തിന്റെ പാപവിമോചകനാണ്, ഏകരക്ഷകനാണ്. കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കാമോ? നിങ്ങളെ ഒത്തിരി ആരാധിപ്പിക്കാൻ നേരമില്ല എനിക്ക്, മുമ്പോട്ട് പോവുക.
ഇനി ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന് ക്രിസ്തു വിദ്വേഷികളിൽപ്പെട്ട വേറൊരാൾ പറഞ്ഞിരിക്കുന്ന മറുപടി പലയിടത്തും ഞാൻ പറയാറുണ്ട്, ഇവിടെയും പറയുക. കേട്ടിട്ടുള്ളവരുണ്ട്, ഒന്നുകൂടെ കേട്ടു. കുറെ വർഷങ്ങൾക്ക് പുറകിൽ എവിടെയോ ഇതുപോലൊരു യോഗത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോവുക. പോകുന്ന പോക്കിൽ ഒരു ബ്ലോക്ക്, എനിക്കല്ല, യാത്രയിൽ ഗതാഗതക്കുരുക്ക്. ആ ശക്തമായ ബ്ലോക്കിൽപ്പെട്ട് 10 മിനിറ്റ് കാറ് നിർത്തിയിടേണ്ടി വന്നു. ആ സമയം വടിയിൽ വെച്ച് കെട്ടിയിരിക്കുന്ന ബോക്സിലൂടെ മനോഹരമായൊരു പ്രസംഗം എൻ്റെ കാതിലേക്ക് ഒഴുകിയെത്തി. പ്രസംഗം എൻ്റെ ആവേശ. 10 വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. 11 വയസ്സിലാണ് സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിക്കുന്നത്, പ്രവചനവരം പ്രാപിക്കുന്നത്. 12 വയസ്സിലാണ് ഇടുക്കിയുടെ അങ്ങേ അറ്റത്ത് ഭൂമാങ്കണ്ടും IPC സഭയിൽ 12ാമത്തെ വയസ്സിൽ ആരംഭിച്ച പ്രസംഗമാണ്. മിനിയാന്ന് എനിക്ക് 37 വയസ്സായി. 25 വർഷമായി ഞാൻ എൻ്റെ കർത്താവിനെ പ്രസംഗിക്കുന്നു, ഇന്ന് വരെ നിർത്തിയിട്ടില്ല. അപ്പൊ പ്രസംഗം എൻ്റെ ആവേശമാണ്. ഏത് വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രസംഗമാണെങ്കിലും മാറി നിന്ന് അല്പം കേൾക്കാറുണ്ട്. ആ ബ്ലോക്കിൽ വണ്ടി കുരുങ്ങിക്കിടക്കുമ്പോൾ വഴിയിൽ വെച്ച് കെട്ടിയ ബോക്സിലൂടെ മനോഹരമായ ഒരു പ്രസംഗം എൻ്റെ കാതിലെത്തി. എന്തോ പ്രസംഗം. ആ പ്രസംഗിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, പ്രസംഗിക്കുന്നയാള് പുരുഷനല്ല, സ്ത്രീയാ. എന്തോ പദസമ്പത്ത്, എന്തോ വാക്കുകളുടെ ഒഴുക്ക്. എനിക്ക് കാറിനകത്തുനിന്ന് ഇറങ്ങി ഓടി തുള്ളിച്ചാടാൻ തോന്നി. അത്ര പ്രസംഗം, തീപ്പൊരി പ്രസംഗം. അവരുടെ തീപ്പൊരി പ്രസംഗത്തിന്റെ സിംഹഭാഗത്തെത്തി നിൽക്കുന്ന ആ സഹോദരി പ്രസംഗത്തിന്റെ ഗൗരവമായ ഭാഗത്ത് യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞ 2 വാക്ക് ചില്ലറയല്ല, എൻ്റെ അകത്ത് ആവേശം അണപൊട്ടിച്ചത്. എന്താണ് അവര് പറഞ്ഞത്? അവര് പറഞ്ഞത്, സഹൃദയരെ, സുഹൃത്തുക്കളെ, ക്രൈസ്തവരാരാധിക്കുന്ന ദൈവപുത്രനാകുന്ന ക്രിസ്തു ആരാണെന്ന് നിങ്ങൾക്ക് കേൾക്കണോ, അറിയണോ? കേൾക്കണം, അറിയണം. അതിനാരും അറിയാതെ കാറിൽ കാത് കുറിപ്പിച്ചു പിടിച്ച് ഞാനും ഇരുന്നു. വെട്ടിപ്പൊട്ടുന്ന പോലെ ആ സഹോദരി പറഞ്ഞു, ഇവിടെ ക്രൈസ്തവരാരാധിക്കുന്ന ദൈവപുത്രനാകുന്ന ക്രിസ്തു സാക്ഷാൽ ക്രൂശിൽ നിന്നും തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയാത്ത നിസ്സഹായനായ കർത്താവ്. പിന്നെ എങ്ങനെ അയാൾ മറ്റുള്ളവരെ രക്ഷിക്കും? അവരെ വെടിപൊട്ടുന്ന പോലെ ഈ വാക്ക് പറയുമ്പോൾ അകത്ത് കേൾവിക്കാരായ അണികൾ കരഘോഷം മുഴക്കുന്ന, പരിഹാസത്തോടെ കൂവിളിക്കുന്ന ശബ്ദം ബോക്സിലൂടെ എന്റെ കാതിൽ ഇരമ്പി. അതെന്റെ അകത്തോട്ട് ചെന്നപ്പോൾ, അതെന്റെ കാതിൽ കേട്ടപ്പോൾ എന്നിൽ ഉളവായ വികാരം വിശദീകരണങ്ങൾക്ക് അപ്പുറമാണ്. അതെന്റെ കാതിൽ കേട്ടപ്പോൾ അത് പറഞ്ഞ സഹോദരിയോട് എനിക്ക് പകയല്ല, വിദ്വേഷമല്ല, കോപമല്ല, വൈരാഗ്യമല്ല, അവരോട് സഹതാപമാണ് തോന്നിയത്. ഒരുതരം ദയനീയതയാണ് തോന്നിയത്. യേശുക്രിസ്തു ക്രൂശിൽ നിന്നും തന്നെത്താൻ വിടിവിപ്പാൻ കഴിയാത്ത നിസ്സഹായനെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മാന്യ സഹോദരി, നീ ആരാണെങ്കിലും, നീ ഏതാണെങ്കിലും ശരി, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കാൽവറിയിൽ യാഗമായത്. യേശു ക്രൂശിൽ നിന്നും തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയാത്ത നിസ്സഹായനെന്ന് പുച്ഛഭാവങ്ങൾ എത്തി പരിഹാസ ചുവയോടെ മലയാള സമൂഹത്തോട് ഉച്ചൈസരം കൊട്ടിക്കോഷിച്ച മാന്യസോദരി, നിന്റെ ജന്മന കർമ്മണ വാഗ്മന ഗായങ്ങളാലുള്ള പാപത്തിന്റെ ശാപത്തിന്റെ പരിഹാരത്തിന് ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്കു മുകളിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ വ്യക്തിയേ ഉള്ളൂ. അത് നീ നിന്ദിച്ച ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. അവനല്ലാതെ ഒരു പാപവിമോചകനില്ല. ജന്മന കർമ്മണ വാഗ്മന ഗായങ്ങളാലുള്ള പാപത്തിന്റെ മോചനത്തിന് വേണ്ടി അവൻ ഇവിടെ നാനാ കോണുകളിലും അലഞ്ഞു നടക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ, നിന്റെ ജന്മന, നിന്റെ കർമ്മണ, നിന്റെ വാഗ്മന ഗായങ്ങളാലുള്ള പാപത്തെയും ശാപത്തെയും മാറ്റാൻ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്കു മുകളിൽ ഒറ്റ നാമമേ ഉള്ളൂ, ഒറ്റ ദൈവമേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. അവനല്ലാതെ ഒരു പാപവിമോചകനില്ല. അതാണ് ഞങ്ങളുടെ സുവിശേഷം. അതാണ് ഞങ്ങളുടെ സുവിശേഷം. വിസ്തരിക്കുന്നില്ല. അപ്പൊ ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന് ക്രിസ്തു വിദ്വേഷികളായ ആളുകൾ പറഞ്ഞിട്ടുള്ള മറുപടിയിലേക്ക് ഞാൻ വന്ന് നിർത്താം. ഇനി വേറൊരാൾ പറഞ്ഞു കേൾക്കണേ ക്രിസ്തുവിനെ പറ്റി. അതോടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം, സമയം പോവുക. ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന് വേറൊരാൾ പറഞ്ഞ മറുപടി കേട്ടോണേ. നിരീശ്വരവാദത്തിന്റെ യുക്തിവാദത്തിന്റെ മുടിചൂട മണ്ണിനെന്നൊക്കെ മലയാള സമൂഹം, വിശേഷിച്ച് ഭാരതീയർ വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ ഇടമറുക്
അദ്ദേഹം ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന വാക്ക് കേട്ടോണേ. തമിഴ്നാടുകാരനായ കേശവകൃഷ്ണയാണെന്നല്ല, കാശ്മീരിൽ വന്ന യോഗാഗുരുവാണെന്നുമല്ല, ക്രൂശിൽ നിന്നും തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയാത്ത നിസ്സഹായനാണെന്നുമല്ല. ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന് മറുക തന്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന മറുപടി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു ജീവിച്ചിരുന്നില്ല. കണ്ടലക്കാരും മിണ്ടുന്നില്ല, മറുകിന്റെ ആളുകളാന്ന് തോന്നുന്നു. ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന് മറുക പറഞ്ഞിരിക്കുന്ന മറുപടി ക്രിസ്തു ജീവിച്ചിരുന്നില്ല. ഞാൻ പലയിടത്തും പറയാറുണ്ട്, എവിടെയും പറയുക, മറുകിനെക്കാട്ടി കുറച്ചുകൂടെ കൂടിയ സാധനമാണ് അരിമ്പാറ. ഇനി മറുകല്ല, അരിമ്പാറ പറഞ്ഞാലും ആ വാദം ഞങ്ങളുടെ മുമ്പിൽ അപ്രസക്തമാണ്. ഒരു മറുകല്ല, 9,000 മറുക്, 9,000 ഭാഷയിൽ 9,000 തവണ ലോകത്തോട് ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നെഴുതി പ്രഖ്യാപിച്ചാലും പ്രചരിപ്പിച്ചാലും ആ വാദം അനുഭവസ്ഥരായ ഞങ്ങളുടെ മുമ്പിൽ പൊള്ളയാണ്, അപ്രസക്തമാണ്, ദുർബലമാ. ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന മറുകിന്റെ വാദം അനുഭവസ്ഥരായ ഞങ്ങളുടെ മുമ്പിൽ അപ്രസക്തമാകുന്നതിന്റെ പിമ്പിലെ കാരണം എന്നാണെന്നറിയാമോ? മറുകേ, പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന ഞങ്ങൾ, ശാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന ഞങ്ങൾ, നിരാശയുടെ നീർച്ചുടിയിലകപ്പെട്ട ഞങ്ങൾ, എല്ലാം തകർന്ന ഞങ്ങൾ, ആ തകർച്ചയുടെ ഭീകരാവസ്ഥയിൽ കിടന്ന് യേശു എന്ന രക്ഷകനെ കണ്ടപ്പോൾ, അവനെ നാഥനായി അംഗീകരിച്ചപ്പോൾ, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, ആ നാമത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച സമാധാനം, ആ നാമത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച സന്തോഷം, ആ നാമത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച സൗഖ്യം, ആ നാമത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച പാപമോചനം, ആ നാമത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ശാപമോചനം, ആ നാമത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച നിത്യജീവൻ, ആ നാമത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച നിത്യമായ രക്ഷ വെച്ച് നോക്കുമ്പോൾ ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന മറുകിന്റെ വാദം അനുഭവസ്ഥരായ ഞങ്ങളുടെ മുമ്പിൽ ദുർബലമാണ്, പൊള്ളയാണ്, അപ്രസക്തമാണ്. കണ്ടലക്കാരുടെ ഉള്ളം കത്താൻ ഒരു ചുവട് മുൻപോട്ട് വെച്ച് ഒരു കാര്യം ആത്മാവിൽ എരിഞ്ഞു പറയാ. പലതിനെയും ഭജിച്ചവരാ ഞങ്ങൾ, പലതിനെയും ഭജിച്ചവരാ നമ്മൾ, അല്ലേ? എന്തിന്? പാപത്തിന്റെ വിമോചനത്തിന്, ശാപത്തിന്റെ മോക്ഷത്തിന്, ജീവിതത്തിന്റെ സമാധാനത്തിന്, ജീവിതത്തിന്റെ കടുത്ത പ്രതിസന്ധികളുടെ ശാശ്വത പരിഹാരങ്ങൾക്ക് ഇന്നലകളിൽ പലതിനെയും ഭജിച്ചവരാ ഞങ്ങൾ, ഇല്ലേ? ഇന്നലകളിൽ പലതിനെയും സേവിച്ചവരാ ഞങ്ങൾ, ഇല്ലേ? ഇന്നലകളിൽ പലതിനെയും നമിച്ചവരാ ഞങ്ങൾ, ഇല്ലേ? ഇന്നലകളിൽ പലതിനെയും പിഞ്ചെന്നവരാ ഞങ്ങൾ. എന്നാൽ ഞങ്ങളുടെ പാപമോചനത്തിന്, ഞങ്ങളുടെ സമാധാനത്തിന്, ഞങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഇന്നലകളിൽ ഞങ്ങൾ ഭജിച്ചതും സേവിച്ചതും നമിച്ചതുമായ യാതൊരു വ്യക്തികൾക്കും, യാതൊരു ശക്തികൾക്കും, യാതൊരു മധ്യസ്ഥന്മാർക്കും ഞങ്ങളെ രക്ഷിപ്പാൻ കഴിയാതെ പോയപ്പോൾ ഞങ്ങളെ രക്ഷിച്ചൊരു നാമമുണ്ടെങ്കിൽ കണ്ടലക്കാർ ഉറക്കെ പറ. ഞങ്ങളെ രക്ഷിച്ചൊരു നാമമുണ്ടെ പറ. ഞങ്ങളെ സൗഖ്യമാക്കിയൊരു നാമമുണ്ടെങ്കിൽ പറ. ഞങ്ങളുടെ പാപം മോചിച്ചൊരു നാമമുണ്ടെങ്കിൽ പറ. ഞങ്ങൾക്ക് നിത്യജീവൻ നൽകിയൊരു നാമമുണ്ടെങ്കിൽ പറ. ഞങ്ങളുടെ ജീവിതത്തിന്റെ കടുത്ത പ്രതിസന്ധികൾക്കെല്ലാം ശാശ്വതമായ പരിഹാരം നൽകിയൊരു നാമമുണ്ടെങ്കിൽ പറ. അത് യേശുവിന്റെ നാമമാ. അങ്ങനെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, യേശുവിനെ കണ്ടതിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ ലഭിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവരുടെ സ്തോത്രത്തിന്റെ ശബ്ദമാണോ ഈ ഗ്രൗണ്ടിൽ മുടങ്ങുന്നത്? പോരല്ലോ, അതും പോരല്ലോ. യേശുവിനെ അറിഞ്ഞതിലൂടെ, യേശുവിനെ ദൈവമായി അംഗീകരിച്ചതിലൂടെ, യേശുവിനെ ആരാധിച്ചതിലൂടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം ലഭിച്ചുവെന്ന് അനുഭവമുള്ളവർ ഇന്ന് രാത്രി അടങ്ങിയിരിക്കത്തില്ല, അനങ്ങാപ്പാറ നയത്തിലിരിക്കത്തില്ല. അവരുടെ അതരം ചലിക്കും, അവരുടെ കരങ്ങൾ ചലിക്കും. അവരിൽ ഇന്ന് രാത്രി ആരാധന ഉയരും. ശമന രഗതന ഹതുര ജഗൽഖനാദിയ. അല്പനിമിഷം കർത്താവിനെ കരങ്ങൾ അടിച്ച് സ്തുതിച്ചാരാധിക്ക്. ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹികളായി അല്പനിമിഷം ജീവിക്കുന്ന ജീവന്റെ ദാതാവായ ദൈവത്തെ സ്തുതിച്ചാരാധിക്ക്. അവന്റെ നാമത്തെ അറിഞ്ഞതിലൂടെ പ്രതിസന്ധികൾ മാറിയവരുടെ സ്തോത്രത്തിന്റെ ശബ്ദമാണോ ഇത്? അവനെ അറിഞ്ഞതിലൂടെ പാപം മോചിക്കപ്പെട്ടവരുടെ സ്തോത്രത്തിന്റെ ശബ്ദമാണോ ഇത്? ഒരിടത്തും കിട്ടാത്ത സൗഖ്യം, മറ്റൊരിടത്തും കിട്ടാത്ത സമാധാനം അവനെ അറിഞ്ഞതിലൂടെ ലഭ്യമായവരുടെ ആരാധനയുടെ ശബ്ദമാണോ ഇത്? ഈ ഗ്രൗണ്ടിൽ യേശുവിന്റെ നാമത്തിൽ മുഴങ്ങുന്ന സ്തോത്രത്തിന്റെയും ആരാധനയുടെയും
സ്തുതിയുടെയും വാക്ക് ഈ ദേശത്തോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശം. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു നിർമ്മിത കഥയല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ഐതിഹ്യമല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു കാലഘട്ടങ്ങൾക്ക് പുറകിൽ ഈ ഭൂമിയിൽ ജീവിച്ച് കുറെ നല്ല കാര്യം ചെയ്ത് മരിച്ചൊരിക്കലും തിരികെ വരാതെ ചരിത്രത്തിന്റെ താളുകൾക്കപ്പുറത്തേക്ക് തിരോധാനം ചെയ്തവനല്ല. ഞങ്ങൾ സേവിക്കുന്ന യേശു മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഏകരക്ഷകന്, ലോകരക്ഷകന്, ഏക മധ്യസ്ഥന്, ഉത്ഥിതനാണ്. അവൻ ആരാധ്യനായ ദൈവമാണ്. അവനെ പോലൊരു ദൈവം വേറെയില്ല. ഇന്ന് രാത്രി പാപത്തിന്റെ വിടുപ്പ് ചുമ്മി ശാപത്തിന്റെ മുഖം വഹിച്ച് ജീവിതത്തിന്റെ നാൽക്കവലകളിൽ വട്ടം തിരിയുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നോ? സ്നേഹം പ്രശ്നത്തിന്റെ പരിഹാരത്തിനും പാപത്തിന്റെ വിമോചനത്തിനും ഭജിച്ചതും സേവിച്ചതും നമിച്ചതുമായ സകല ദൈവങ്ങളാലും കൈവിടപ്പെട്ട് മുട്ടിയ വാതിലുകൾ അടഞ്ഞ് പിടിച്ച കമ്പുകൾ അടർന്ന് ആശവെച്ച വ്യക്തികൾ അകന്ന് ഇനി ഈ ലോകത്തിൽ എനിക്കൊരു മോചനമില്ല, രക്ഷയില്ല, ഉദ്ധാരണമില്ല എന്ന് നനച്ച് ജീവിതത്തിന്റെ പാപവശങ്ങളിലും ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലും തകർന്ന് തരിപ്പണമായ ആരെങ്കിലും ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ സ്നേഹിത, പിടിപ്പണമില്ലാതെ, പദയാത്രയില്ലാതെ, പണം വാരിയെറിയാതെ, ഇന്ന് രാത്രി അധ്വാനങ്ങളില്ലാതെ, കാത്തിരിപ്പില്ലാതെ നിന്റെ കൊടും പാപത്തെ മോചിക്കാൻ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ, നിനക്ക് സമാധാനം തരാൻ, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ കരുത്തുള്ളൊരു രക്ഷകനെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുകയാ. ആരാണവൻ? അവനാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അവനാണ് ഞങ്ങളുടെ രക്തം, അവനാണ് ഞങ്ങളുടെ മേധസ്, അവനാണ് ഞങ്ങളുടെ ആയുസ്, അവനാണ് ഞങ്ങളുടെ ആരോഗ്യം, അവനാണ് ഞങ്ങളുടെ ദൈവം, അവനാണ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ. അവനെ പോലെ ഒരു ദൈവം വേറെയില്ല. അവന്റെ നാമം ഈ കണ്ടലയിൽ ഉയരട്ടെ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. അനുവദനീയമായ സമയത്തിന്റെ സമാപന സെക്കൻഡുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. വിഷയം മിശ്രിതമാണ്, സമയം പരിമിതമാണ്. ഓടി വരട്ടെ. അപ്പൊ ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പറ്റുമോ? ക്രിസ്തു വിദ്വേഷികളായ ആളുകൾ അവനെപ്പറ്റി പലതും പുലമ്പുമ്പോൾ മറുകിനോടും മറുകിന്റെ ആളുകളോടും ചേർന്ന് നിന്ന് ആ അഭിപ്രായത്തോടൊന്നും ചോദിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ക്രിസ്തു ജീവിച്ചിരുന്നില്ലെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവനെ അറിഞ്ഞതാ ഞങ്ങളുടെ ഭാഗ്യം. അവൻ മിണ്ടുന്നില്ല. അവൻ ജീവിതത്തിൽ വന്നതാ ഞങ്ങളുടെ നേട്ടം. ഞങ്ങളുടെ സകല തകർച്ചകളും മാറിയത് യേശു രക്ഷകനാ ജീവിതത്തിൽ വന്നത് കൊണ്ട്. കരമുയർത്തി നന്ദിയോടെ അവിടെ ഒന്ന് സ്തുതിക്കാമോ? ഞാനേ ഒരു പഴയകാല ഭക്തന്റെ വാക്ക് കടമെടുത്ത് പറയുക. പഴയകാല ഭക്തന്റെ വാക്ക്: മുടിഞ്ഞ് തകർന്ന് പരിവക്കേട് പിടിച്ച് ഒരു കണ്ണിനും ദയയില്ലാതെ തകർന്നു കടന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ സ്ഥിതിയൊക്കെ മാറിയത് യേശുവിനെ അറിഞ്ഞതിലൂടെയാ. അങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ പറ. നല്ല അനുഭവമുള്ള ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞാട്ടെ. നിങ്ങളുടെ അനുഭവം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കാര്യം ഞാൻ പറയാം. ഒറ്റ മിനിറ്റിൽ, 2 മിനിറ്റിൽ. ഞാൻ ജനിക്കുന്നത് വഴിയോരത്താ. സോഷ്യൽ മീഡിയയിലൊക്കെ എൻ്റെ അനുഭവമുണ്ട്. ഇതിനകത്ത് ഒരു 70% ആളുകളും കേട്ടിട്ടുണ്ടാവും. ആവേശം കൊണ്ടങ്ങ് പറയുക, സമയം കളയാനല്ല, തന്ന മണിക്കൂർ തികയ്ക്കാനല്ല. അങ്ങനെ ചിന്തിക്കരുത്. അവനെ അറിഞ്ഞതിൻ്റെ നേട്ടമായി പറയുന്നേ, അവൻ രക്ഷകനായി ജീവിതത്തിൽ വന്നതിൻ്റെ ഭാഗ്യമായി പറയുന്നത്. എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്നത് ലേബർ റൂമിലല്ല, ഹോസ്പിറ്റലിൻ്റെ തിണ്ണയിലുമല്ല. എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്നത് ഒരു വഴിയോരത്ത്. വഴിയോരത്ത് 3 കമ്പ് നാട്ടി സാരിക്കീറ് വലിച്ചു കെട്ടി ഓലത്തുണ്ട് മടഞ്ഞത് നിരത്തി പഴമ്പാ കഷണത്തിന്റെ പുറത്ത് പാവം എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്നത്. കാരണം ഞാൻ 8 മാസം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പ്രായമായിരിക്കുമ്പോൾ എൻ്റെ അപ്പൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അപ്പൻ മരിക്കുമ്പോൾ ഈ പ്രസംഗിക്കുന്ന ഞാൻ 8 മാസം അമ്മയുടെ വയറ്റിൽ പോരാഞ്ഞ് 13 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെ പ്രായമുള്ള തിരിച്ചറിവാകാത്ത 5 പിഞ്ചു കുഞ്ഞുങ്ങൾ. ആർക്കും ചിറക് മുളച്ചിട്ടില്ല, ആർക്കും പ്രാപ്തിയായിട്ടില്ല.
എല്ലാത്തിനെയും വാരി ചിരട്ടയ്ക്കകത്തിട്ട് അതിനകത്തിരിക്കും. ഈ സമയത്ത് അപ്പൻ ലോകത്തിൽ നിന്ന് പോകുന്നത്. പാലാക്കാരിയാണ് എൻ്റെ അമ്മ. പാലായിൽ ഒരു സാധാ കുടുംബത്തിലാണ് പാവ എൻ്റെ അമ്മ ജനിച്ചു വളർത്തപ്പെട്ടത്. കാലത്തിന്റെ കടന്നുപോക്ക് എൻ്റെ അമ്മയെ അനാഥയാക്കി. അപ്പൻ, അമ്മ, സഹോദരങ്ങളൊക്കെ ചെറുപ്പത്തിൽ മരിച്ച് ചിതറിപ്പോയി. അമ്മയ്ക്ക് ആരില്ല. ഭർത്താവായിരുന്നു ഏക ആശ്രയം. പാവ എൻ്റെ അമ്മയ്ക്ക് 37 വയസ്സ്, 8 മാസം പൂർണ്ണ ഗർഭിണി, തിരിച്ചറിവാകാത്ത 5 പിഞ്ചു കുഞ്ഞുങ്ങൾ ബാക്കി. ഈ സമയത്ത് പിടിച്ചേൽപ്പിക്കാൻ ഒരിടമില്ലാതെ അപ്പൻ ലോകത്തോട് യാത്ര പറയുന്നു. അപ്പന്റെ മരണത്തോടെ, അപ്പന്റെ രോഗാവസ്ഥയോടെ അപ്പന്റെ വീടിന്റെ വാതിലും ഞങ്ങളുടെ മുമ്പിൽ അടഞ്ഞു. അപ്പന്റെ മരണസമയത്തെ കുറിച്ച് അമ്മ പറഞ്ഞ വാക്ക് ഞാൻ ഓർപ്പിക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഇടുങ്ങിയ മുറിക്കകത്ത് എന്നെ ഉദരത്തിലിട്ട് തിരിച്ചറിവാകാത്ത കുഞ്ഞുങ്ങളെ വാരിപ്പിടിച്ച് അപ്പന്റെ മരണം കാത്തിരിക്കുന്ന സാധുവായ എന്റെ അമ്മ, പൂർണ്ണ ഗർഭിണിയായി എന്റെ അമ്മയ്ക്ക് ഒറ്റയാഴ്ചയിൽ കഴിക്കാനുള്ള ആഹാരം 100 ഗ്രാം മുന്തിരിങ്ങയാണ്. ക്ലോറിനിട്ട വെള്ളമൊഴുകി വരുന്ന പൈപ്പിന്റെ ടാപ്പ് തുറന്ന് പൊട്ടക്കുപ്പിക്കകത്ത് വെള്ളം പിടിച്ച് താനും കുടിച്ച് പിഞ്ചു കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് വിശപ്പ് ദാഹം കടിച്ചമർത്തി ഭർത്താവിന്റെ മരണം കാത്തിരിക്കുന്ന അമ്മയും അപ്പന്റെ മരണം കാത്തിരിക്കുന്ന പിഞ്ചോമനുകളും. ഈ സമയത്ത് എന്റെ അപ്പച്ചൻ മരിക്കാൻ തുടങ്ങുക. മരണത്തിന്റെ തൊട്ടു മുമ്പ് 13 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ മൂത്ത അച്ചാച്ചനെ അരികിലേക്ക് വിളിച്ചു. പിഞ്ചിയ സ്വരത്തിൽ അദ്ദേഹം വിളിച്ചു, ബാ. ആടി ക്ഷീണിതനായി എന്റെ മൂത്ത ജ്യേഷ്ഠൻ അരികിലേക്ക് വന്നപ്പോൾ അപ്പൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, മോനെ, അപ്പച്ചൻ പോവുക. ആയുസിലേക്ക് തിരികെ വന്ന് നിങ്ങളെ പോറ്റാൻ അപ്പന് ത്രാണിയില്ല. ഗർഭിണിയായിരിക്കുന്ന എന്റെ അമ്മയുടെ ബലഹീനമാകുന്ന കരമെടുത്ത് എന്റെ അപ്പൻ മൂത്ത ജ്യേഷ്ഠന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പോകുകയാ. അപ്പച്ചേട്ടനോട് പറഞ്ഞു, ഈ ഭാരമേറിയ ഉത്തരം ചുമക്കാൻ എന്റെ മോന്റെ തോളിന് ബലമില്ലെന്ന് അപ്പൻ അറിയാം. പക്ഷെ പിടിച്ചേൽപ്പിക്കാൻ ഒരിടമില്ലാത്തത് കൊണ്ട് ഈ ബാധ്യത എന്റെ പൊന്നുമോന്റെ മേലേക്ക് ഇറക്കി വെക്കുക. അമ്മയോട് പറഞ്ഞു, ഇനി അങ്ങോട്ട് കല്ലും മുള്ളും നിറഞ്ഞ വഴിത്താരകളാ, നീയും മരിച്ച് കുഞ്ഞുങ്ങളെയും കൊല്ലരുത്. ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം നിങ്ങളെ കൈവിടുകയില്ല എന്ന് പറഞ്ഞ് എന്റെ അപ്പന്റെ കണ്ണടഞ്ഞു, അപ്പന്റെ വായടഞ്ഞു. ദേ പകുതി തുറന്ന കണ്ണ്, പകുതി തുറന്ന വായ, വെള്ളത്തുണിയിൽ ചുറ്റിക്കിടത്തിയിരിക്കുന്ന മൃതദേഹത്തിന്റെ പുറത്ത് എന്നെ ഉദരത്തിലിട്ട് തിരിച്ചറിവാകാത്ത കുഞ്ഞുങ്ങൾ വാരിപ്പിടിച്ച് അമ്മ അലറിക്കരഞ്ഞു, ആരുണ്ട് ഞങ്ങൾക്ക്, ആരുണ്ട് ഞങ്ങൾക്ക്? എനിക്കോ ആരുമില്ല. നിങ്ങളുടെ രോഗത്തിന്റെ ഭീകരാവസ്ഥയിൽ നിങ്ങൾക്കുള്ളവരും ഞങ്ങളെ കൈവിട്ടു. ഉദരത്തിൽ പുറത്തേക്ക് വരാൻ പ്രായപൂർത്തിയായ ഒരു കുഞ്ഞ്, പക്വതയാകാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ ബാക്കി, മുകളിൽ ആകാശം, താഴെ ഭൂമി. എന്തിന് ഞങ്ങളെ ഇട്ടിട്ട് പോയി? ആരുണ്ട് ഞങ്ങൾക്ക്? ചലനമറ്റ് കിടക്കുന്ന അപ്പന്റെ മൃതദേഹത്തിന്റെ പുറത്ത് കുഞ്ഞുങ്ങളെ വാരിപ്പിടിച്ച് ഗർഭിണിയായ എന്റെ അമ്മ കമനുകളെ അലറി ചോദിച്ചു. ഒന്നല്ല, രണ്ടെന്റെ പലവട്ടം ചോദിച്ചു, ആരുണ്ട് ഞങ്ങൾക്ക്, ആരുണ്ട് ഞങ്ങൾക്ക്? ആ ചോദ്യത്തിന് 9 വർഷം കഴിഞ്ഞപ്പോ ഉത്തരം കിട്ടി. കണ്ടലക്കാര്, ആരുമില്ലാത്തവർക്കൊരുവനുണ്ട്. അവനാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അവൻ അനാഥരുടെ ന്യായപാലകൻ, അവൻ വിധവയ്ക്ക് കാന്തൻ, അവൻ സാധുവിനൊപ്പം. ജീവിതത്തിന്റെ കടുത്ത പ്രതിസന്ധികളിൽ ആ സ്നേഹവാന്റെ തലോടൽ, അവന്റെ കരുതൽ അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അവരുടെ അതരം ചലിക്കാതിരിക്കത്തില്ല. എത്ര നല്ലവനാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന കർത്താവ്. അങ്ങനെ എൻ്റെ അപ്പനേക്കാൾ അടക്കി പോട്ടെ, ഒത്തിരി പറയാനുണ്ട്. എനിക്ക് എൻ്റെ കർത്താവിനെ പറ്റി പറഞ്ഞു വേണം നിർത്താൻ. അപ്പനേക്കാൾ വലിയവനല്ലേ അവൻ. ഞാൻ അവനെ അറിഞ്ഞത് കൊണ്ട് ഉണ്ടായ നേട്ടത്തെ പറ്റി പറയുക. എൻ്റെ അമ്മ എനിക്ക് ജന്മം തരുന്നത് വഴിയോരത്താ. ആര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും? വഴിയോരത്ത് 2 കമ്പ് നാട്ടി, സാരിയുടെ കീറ് വലിച്ചു കെട്ടി, ഓലത്തുണ്ടും അടഞ്ഞു നിരത്തി, പഴഞ്ചമ്പഴമ്പാ കഷണത്തെ പൂക്കൾ കൊടി കണ്ടിക്കാൻ സൂതുകമ്മണിയുടെ സഹായമില്ലാതെ എൻ്റെ അമ്മ എന്നെ കരഞ്ഞുകൊണ്ട് പ്രസവിക്കുമ്പോൾ കണ്ണു തുറന്നു നോക്കാൻ അപ്പൻ എനിക്കില്ല, രക്തബന്ധങ്ങൾ എനിക്കില്ല. വിധവയായ ഒരമ്മയും അനാഥരും സാധുക്കളുമായ സഹോദരങ്ങളുമല്ലാതെ മറ്റാരുമില്ല. എന്നെ പ്രസവിച്ചതിന്റെ 30-ാം പക്കം പ്രസവത്തിന്റെ വേദന ക്ഷീണം മാറും മുമ്പ് ഒരു കഷണം പഴന്തുണി തുണ്ടിനകത്ത് തന്നെ പുതപ്പിച്ച 6 വയസ്സുള്ള എന്റെ പെങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പാറമടയിൽ കല്ലുചുമ്മാൻ പോയ വ്യക്തിയാണ് എന്റെ അമ്മ. ഒരു നേരത്തെ പാല് തരാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് കാഞ്ഞ പിടങ്ങിപ്പഴത്തിന്റെ നീര് എന്റെ പെങ്ങൾ പിഴിഞ്ഞെന്റെ വായിൽ 30-ാം പക്ക് ഒഴിച്ചു തന്നിട്ടുണ്ട്. എന്റെ പ്രിയരെ, ഒരു കണ്ണിനും ദയയില്ലാതെ ആ തകർന്ന തരിപ്പണമായി കിടന്ന ആ കുപ്പത്തൊട്ടിക്കകത്ത് നിന്നും ഇന്ന് ആന്റണിയെയും ആന്റണിയുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഈ പരുവം വരെ പൊക്കിക്കൊണ്ടുവന്നത് എന്റെ കുലമല്ല,
എന്റെ സമ്പത്തല്ല, എന്റെ സൗന്ദര്യമല്ല, എന്റെ വിദ്യാഭ്യാസമല്ല, അതൊന്നും പറയാൻ എനിക്കില്ല. എന്റെ സ്ഥിതി മാറ്റിയത് ഞാൻ കണ്ട യേശുവാണ്. എന്റെ സ്ഥിതി മാറ്റിയത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവ്. കരങ്ങൾ അടിച്ചൽപ്പ നിമിഷം അവനെ സ്തുതിച്ചാരാധിക്ക്. അവനെ പോലെ ഒരു നല്ല ദൈവം വേറെ ആരുണ്ട്? ഹല്ലേലൂയ. ഇത്ര നല്ല രക്ഷകൻ